ഗൈസ്, വെൽക്കം ബാക്ക് ടു കുലിനറി ഡിലൈറ്റ് ബൈ വഫീക. ഈ കാണുന്ന ഗ്രീൻ പീസ് കഴി പെട്ടെന്ന് ഉണ്ടാക്കിയാലോ. അതിനായി നമുക്കൊരു കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഓവർനൈറ്റ് ഇട്ട് വെക്കാം. അപ്പോൾ ആദ്യം ഗ്രീൻ പീസ് 1 കപ്പ് എടുത്തതിന് ശേഷം ഒന്ന് കേകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മുങ്ങി നിൽക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അടിച്ച് ഓവർനൈറ്റ് വെക്കാം. നിങ്ങൾ എന്നാണോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അതിൻ്റെ തലേ ദിവസം നിങ്ങൾ ഓവർനൈറ്റ് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അതാ ഞാൻ വെള്ളം നിറച്ചതിന് ശേഷം മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ആവുന്നത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ അടുത്ത ദിവസം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ അതാ ഓപ്പൺ ചെയ്തപ്പോൾ ഇതൊന്ന് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും വാഷ് ചെയ്തിട്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് പട്ട, വളരെ ചെറിയ പീസ് പട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഓവറാവരുത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി ഉള്ളി, നമുക്കൊന്ന് പകുതി വെച്ചാൽ ചെറിയ വെള്ളിയുള്ളീൻ്റെ പകുതി ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കരിവേപ്പില വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണേ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു 3 വിസിൽ വരുത്തണേ. മുറി തേങ്ങ ചെറുകിയത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഇട്ട് കൊടുക്കുക. 1/4 സ്പൂണും വേണ്ട, വളരെ കുറച്ച്. നല്ല ജീരകമല്ല, പെരുംജീരകം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പരുവത്തിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് കഴിഞ്ഞ് സ്റ്റൗ വീണ്ടും ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ മേലെ ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നൊരു രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ റെഡി. എല്ലാവരും ട്രൈ ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.